ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് പ്രതിപക്ഷം ഇടപെട്ടതുകൊണ്ട്, ഇടതുപക്ഷം ഇടപെട്ടതുകൊണ്ട് ആ ഉത്തരവുകൾ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി ഈ വിവാദപരമായ ഉത്തരവുകളൊക്കെ ന്യായീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാൽ ഇവർക്കെല്ലാം ഈ ഭൂമി പതിച്ചു കൊടുക്കും. ഈ 2800 ഏക്കർ ഭൂമി നേരത്തെ തീരുമാനമെടുത്ത വ്യക്തികൾക്കെല്ലാം പതിച്ചു കൊടുക്കുമെന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ ഉമ്മൻചാണ്ടി മാതൃഭൂമിയിലും മനോരമയിലും എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വ്യക്തമാക്കുന്നത്. മലയാള മനോരമയാണെങ്കിൽ ഇപ്പോൾ UDFന്റെ പ്രചരണ ലഘുലേഖയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം മനോരമ ഒരു വീട്ടിൽ വന്നാൽ UDFന്റെ സ്ക്വാഡ് വീട്ടിൽ പോകേണ്ടുന്ന കാര്യമില്ല. ഉമ്മൻചാണ്ടി വീട്ടിൽ വരുന്നത് പോലെയാണ് മനോരമ ഒരു വീട്ടിൽ വന്നാൽ ഇപ്പോഴത്തെ അനുഭവം. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ വീട്ടിൽ വന്നാൽ എന്തൊക്കെ സംസാരിക്കുമോ അതൊക്കെ മനോരമ രാവിലെ വീട്ടിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഇനി പണി ഈ പത്രം തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ റിയൽ എസ്റ്റേറ്റുകാർക്ക്, ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചൊരു സർക്കാർ വീണ്ടും വരണമോ? ജനങ്ങൾ തീരുമാനിക്കണം. സുഗതകുമാരി ടീച്ചർ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും പോരാടുന്ന സുഗതകുമാരി ടീച്ചർ എഴുതിയ ലേഖനം നിങ്ങൾ വായിക്കണം. ഇടതുപക്ഷക്കാർ മാത്രമല്ല, എല്ലാവരും വായിക്കണം. ഈ കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്ന രോഷപ്രകടനമാണ് അവർ നടത്തിയത്. അവർ ആ ലേഖനത്തിൽ ചോദിച്ചു, ഇനി കേരളത്തിൽ വല്ല പ്രകൃതി വിഭവവും ബാക്കി ഉണ്ടാകുമോ? ഉമ്മൻചാണ്ടിയും UDFുമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് പോലും അവർ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സർക്കാർ ഓഫീസുകൾ പോലും വിൽക്കുന്നവർ. ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന 5 വർഷക്കാലത്തെ അനുഭവം തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഈ അഴിമതി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷത്തിന് മാത്രമേ അഴിമതിരഹിതമായൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ കഴിഞ്ഞ മന്ത്രിസഭ VS സർക്കാർ ഞങ്ങൾ 19 മന്ത്രിമാരാണ് ഉണ്ടായത്. ഞങ്ങൾ 19 മന്ത്രിമാരിൽ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. വിജിലൻസ് കേസെടുക്കേണ്ടി വന്നിട്ടില്ല. ഈ കേരളത്തിൽ EMSന്റെ ഗവൺമെന്റ് കാലം മുതൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ അഴിമതിരഹിതമായി പ്രവർത്തിച്ച സർക്കാരുകളാണ്. ഈ പ്രതിച്ഛായയോടുകൂടിയാണ് ഞങ്ങൾ ഇത്തവണ ജനങ്ങളോട് പറയുന്നു, അഴിമതിരഹിതമായ ഭരണം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയുള്ളൂ. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണം. അഴിമതിരഹിതമായ ഭരണം മാത്രമല്ല, ഒരു വികസിത കേരളം ഇവിടെ ഉണ്ടാകണം. അതിവേഗം വികസിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറണം. ഈ കേരളത്തിൽ തൊഴിലില്ലാത്ത യുവതി യുവാക്കൾ, തൊഴിലെടുക്കാൻ കഴിയുന്ന സ്ത്രീകൾ, അവർക്കെല്ലാം തൊഴിൽ കൊടുക്കണം. അതിന് സഹായകമാകുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിനുള്ള വ്യക്തമായ പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കാൻ പോകുന്നത്. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും ഉണ്ടാകണം. ഗതാഗത കുരുക്കില്ലാതെ കേരളത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നെത്താൻ കഴിയുന്ന ഗതാഗത സൗകര്യം ഈ കേരളത്തിൽ ഉണ്ടാകണം. റെയിൽ സൗകര്യം, റോഡ് സൗകര്യം, ഇതെല്ലാം വികസിപ്പിച്ച് ആധുനിക സൗകര്യങ്ങളുള്ളൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണം. ഇവിടെ എന്തുകൊണ്ടാണ് റോഡ് വികസനം നടക്കാത്തത്? റോഡ് വികസിക്കണമെങ്കിൽ സ്ഥലം വേണം. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്ഥലം കൈവശമുള്ളവർക്ക് മതിയായ ആനുകൂല്യം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇതിന്റെ ഫലമായി ആരും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സ്ഥലം കൈവശമുള്ളവർ അവരെല്ലാം ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല. അവർക്ക് മതിയായ ബദൽ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്താൽ
ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കും. അങ്ങനെ അതിന് സഹായകമായ പുതിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് വികസനത്തിനും പശ്ചാത്തല സൗകര്യ വികസനത്തിനുമുള്ള പദ്ധതികളാണ് ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി ആരംഭിക്കാൻ പോകുന്നത്. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു വികസനം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയുള്ളൂ. UDF അവകാശപ്പെടുന്ന വികസന പദ്ധതികളെല്ലാം കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് തുടങ്ങിവെച്ച വികസന പദ്ധതികളാണ്. ഭാഗികമായി ചില കാര്യങ്ങൾ ചെയ്ത് വികസനമായി എന്ന് UDF പ്രചരിപ്പിക്കുന്നത്. കൊച്ചിയിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിന് തറക്കല്ലിട്ടിട്ട് 2 കൊല്ലമായി. എന്തെങ്കിലും നടന്നോ? ഇതാണ് ഉമ്മൻചാണ്ടിയുടെ വികസനം. കണ്ണൂർ വിമാനത്താവളം, അതിൻ്റെ എല്ലാ പ്രവൃത്തികളും തുടങ്ങിയത് ഇടതുപക്ഷമല്ലേ? 2000 ഏക്കർ ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷത്തിന്റെ കാലത്താണ്. പദ്ധതി തുടങ്ങിയത് LDFന്റെ കാലത്താണ്. എന്നാൽ ഇപ്പോൾ ഇനി ആ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഇനി 1 വർഷം വേണം. റൺവേ പോലും പൂർത്തീകരിക്കാതെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചു. അവിടെ ഇപ്പോൾ പശുക്കൾ അവിടെ അലഞ്ഞു തിരിയുന്നൊരു പ്രദേശമായി മാറ്റിയത് ആണ് UDFന്റെ വിമാനത്താവളം ഉണ്ടാക്കാൻ. പാലക്കാട്ട് കോച്ച് ഫാക്ടറി, ഇവിടെ പിറവം തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് പാലക്കാട്ട് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും വന്ന് തറക്കല്ലിട്ടു. 4 കൊല്ലം കഴിഞ്ഞില്ലേ? പാലക്കാട്ട് കോച്ച് ഫാക്ടറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാലക്കാട്ട് കഴിഞ്ഞോ? ചേർത്തലയിലെ വാഗൺ ഫാക്ടറി എവിടെ? 4 വരിപ്പാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പ്, എയർ കേരള, എന്തെല്ലാം പദ്ധതികൾ ഇവിടെ ഇവർ പ്രഖ്യാപിച്ചു. ഒന്നും നടപ്പാക്കിയില്ല. ഉമ്മൻചാണ്ടിയുടെ വികസനം വായ്ത്താരിയാണ്, വമ്പിച്ച വാചകമടിയാണ് ഇവരുടെ വികസന പദ്ധതികൾ. വികസനം കരുതൽ, അതായിരുന്നു UDFന്റെ മാനിഫെസ്റ്റോ. വികസനമൊന്നും ഉണ്ടായില്ല. UDF മന്ത്രിമാർ പണം കരുതി വെച്ചു. എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടായി. അതാണ് കരുതൽ. ഭാവിക്ക് വേണ്ടി പണം. ഓരോ മന്ത്രിമാരും കരുതി വെച്ച വികസനമാണ് UDFന്റെ വികസനമെന്ന് 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി. സാധന വിലക്കയറ്റം പോലും നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് എന്തിനാണ് വോട്ട്? ഇവിടെ ഇടതുപക്ഷം അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 1 കിലോ അരി എത്രയായിരുന്നു വില? പരസ്യ മാർക്കറ്റിൽ അന്ന് 1 കിലോ അരി 26 രൂപക്കാണ് വിറ്റത് നമ്മുടെ ഗവൺമെന്റ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി 1 കിലോ മട്ട അരി തിരുവനന്തപുരത്ത് വിൽക്കുന്നത് 47 രൂപക്കാണ്. അരിയുടെ വില നിയന്ത്രിക്കാൻ ഇവർ കഴിഞ്ഞില്ല. BPLകാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ അരി 25 കിലോ 17 കിലോ ആയി കുറച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഇലക്ഷൻ കാലത്ത് നിങ്ങൾക്ക് സൗജന്യമായി കുറച്ച് അരി തരാം, കൈപ്പത്തിക്ക് വോട്ട് തരണം. ഇങ്ങനെ സൗജന്യമായി അരി കൊടുക്കണമെന്ന ഉദ്ദേശം ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ 1 വർഷം മുമ്പ് ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൂടായിരുന്നോ? അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ സൗജന്യ അരി കൊടുക്കുന്നത് വോട്ട് പിടിക്കാനാണ്, ജനങ്ങളെ സ്വാധീനിക്കാനാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പറഞ്ഞില്ലേ? ആത്മാർത്ഥമായിട്ട് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു 3 മാസം മുമ്പ് കൊണ്ടുവന്നുകൂടായിരുന്നോ? എന്തുകൊണ്ട് അന്ന് കൊണ്ടുവരാത്തത്? ഈ ഇലക്ഷൻ കാലത്ത് അരി കൊടുത്ത് വോട്ട് പിടിക്കുന്ന ഈ തട്ടിപ്പ് അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു സാധനത്തിനെങ്കിലും വില കുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടുപോയി, വിലക്കയറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പരസ്യമായി സമ്മതിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ UDFന്റെ സർക്കാർ. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഇടതുപക്ഷം ഭരിച്ച കാലത്ത് മാവേലി സ്റ്റോറുകളിൽ 13 അവശ്യ സാധനങ്ങൾ 5 വർഷം വില വർദ്ധിച്ചില്ല. ഒരേ വിലക്ക് 5 വർഷം സാധനം കൊടുത്തു. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ
5 വർഷം മാവേലി സ്റ്റോറുകളിൽ ഒരു നയാ പൈസ പോലും വർദ്ധിക്കാതെ സാധനം വില നിയന്ത്രിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയും. അത്തരത്തിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നൊരു സർക്കാർ ഇവിടെ വരണമോ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. UDF-കാരുടെ ഇപ്പോഴത്തെ വാഗ്ദാനം ഞാൻ കേട്ടു, സമാധാനം. അക്രമത്തിനെതിരെ ഈ കേരളത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ഭരണമാണ് UDF-ന്റെ ഭരണം. കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ദിവസേന നടക്കുന്നൊരു സംസ്ഥാനമായി കേരളം മാറിയത് എങ്ങനെ? കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ജീവന് പോലും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിഞ്ഞോ? തൃശൂർ ജില്ലയിൽ 3 കോൺഗ്രസ്സുകാർ തന്നെ കൊന്നില്ലേ? I ഗ്രൂപ്പുകാരൻ A ഗ്രൂപ്പുകാരനെ കൊന്നു, A ഗ്രൂപ്പുകാരൻ I ഗ്രൂപ്പുകാരനെ കൊന്നു. 3 ആളാണ് തൃശൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടത്. ഇടതുപക്ഷക്കാരോ മറ്റുള്ളവരോ അല്ല കോൺഗ്രസ്സുകാരെ കൊന്നത്. കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ജീവന് പോലും സുരക്ഷിതത്വം കൊടുക്കാത്ത ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ സമാധാനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയും? കോൺഗ്രസ് ഓഫീസിൽ ജോലിക്ക് പോയ ഒരു രാധ നിലമ്പൂർ, ആ സ്ത്രീയെ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. രാധയെ മൃഗീയമായി കൊന്നു. കോൺഗ്രസ് ഓഫീസിൽ ജോലിക്ക് പോയ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത UDF-ന് ഈ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുമോ? 20,000-ൽ പരം സ്ത്രീകളാണ് ഈ കേരളത്തിൽ മാനഭംഗത്തിന് വിധേയമായത്. ഈ കേരളത്തിൽ 1796 കൊലപാതകങ്ങൾ നടന്നു UDF ഭരണകാലത്ത്. CPM-ന്റെ 28 പ്രവർത്തകന്മാർ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു. 8 വയസ്സുള്ളൊരു ഫഹദ് കാസർഗോഡ് ജില്ലയിൽ ആ കുട്ടിയെ കൊന്നു ഒരു RSS-കാരൻ. അയാൾ പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, കുറ്റസമ്മതമൊഴി ഞാൻ വായിച്ചു. അയാൾ പറഞ്ഞതെന്നറിയോ? ഈ ഫഹദിന്റെ ഉപ്പ അബ്ബാസിനെ കൊല്ലാൻ ഞാൻ കുറേ ദിവസം നോക്കി, ഉപ്പയെ കിട്ടുന്നില്ല. മകൻ 8 വയസ്സുള്ള മകൻ ഫഹദ്. തൃപ്പൂണിത്തുറയിൽ LDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് 4 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ്. ആ 4 സീറ്റിൽ നമ്മൾ പരാജയപ്പെട്ടത് ഒരു സീറ്റിൽ 187 വോട്ടിനാണ്. മറ്റ് 3 സീറ്റുകളിൽ 400 വോട്ടുകൾക്കാണ് തോറ്റത്. 500-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ 4 സീറ്റുകൾ നമ്മൾ തോറ്റപ്പോൾ കേരളത്തിൽ തുടർച്ചയായ ഇടതുപക്ഷ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ അനുഭവം നമ്മൾ ഓർക്കണം. ഓരോ വോട്ടും പ്രധാനമാണ്. LDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകുന്നു. പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവ് റദ്ദു ചെയ്തു. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 750 ഏക്കറാണ് ഹോപ്പ് പ്ലാന്റേഷന് കൈമാറിയത്. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മെത്രാൻകായൽ, കരുണ എസ്റ്റേറ്റ്, സന്തോഷ് മാധവന്റെ കമ്പനിക്ക് ഭൂമി നൽകിയത് തുടങ്ങിയ വിവാദ ഉത്തരവുകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവും റദ്ദാക്കിയത്. ഉത്തരവിനെതിരെ ഭരണപ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് 750 ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് മന്ത്രിസഭായോഗം ഉത്തരവ് റദ്ദാക്കിയത്. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി നൽകിയാൽ മറ്റ് പ്ലാന്റേഷനുകൾക്കും സമാന രീതിയിൽ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമെന്നും അത് സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നിയമ നടപടിക്ക് പോകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തടസ്സം നീക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിച്ചിരുന്നെങ്കിലും മറുപടി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ AGയുടെയും നിയമവകുപ്പ് സെക്രട്ടറിയുടെയും നിയമോപദേശവും സർക്കാർ തേടിയിരുന്നു. നിലവിൽ 1 രൂപയ്ക്ക് നൽകിയിരുന്ന അരി സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്നുള്ളതാണ് സർക്കാർ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആദിവാസി ഭൂമി കൈമാറ്റം ചെയ്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതി. സർവേ റിപ്പോർട്ട് ഉടൻ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ PP താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
സ്വാമി, പാലക്കാട് ജില്ലയിൽ ആദിവാസികൾക്ക് ലഭിക്കേണ്ട ഭൂമി അന്യാധീനമായി കൈമാറ്റം ചെയ്യുന്നുവെന്ന് പരാതിപ്പെടുന്ന ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റവന്യൂ മന്ത്രി അടൂർ ഭൂമി നൽകി നടത്തുന്നുവെന്നും റിസോർട്ട് മാഫിയയ്ക്ക് ഭൂമി കൈമാറിയെന്നും പരാതിപ്പെട്ട് തൃശൂർ സ്വദേശി PD ജോസഫാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. പൊതുതാൽപര്യ ഹർജിയിൽ വാദം കേട്ടതിനു ശേഷം ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്തെ ആദിവാസി ഭൂമി സർവേയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് റിസോർട്ടുകൾക്ക് ഭൂമി കൈമാറിയത് പാലക്കാട്ടെ ഷോളയാറിൽ തുച്ഛമായ ഭൂമിക്ക് പകരമാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജിയിൽ റവന്യൂ മന്ത്രി നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഇടപെടുകയും ചെയ്തു എന്ന് ഹർജിയിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് വിജിലൻസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയെങ്കിലും അടൂർ പ്രകാശ് നേരിട്ടിടപെട്ട് തുടർ നടപടികൾ തടഞ്ഞുവെച്ചു എന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ടാണ് ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് സർവേ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത്. സോമു, താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഏകപക്ഷീയമായി സീറ്റ് വിഭജിച്ചതിൽ പ്രതിഷേധിച്ച് KM മാണി UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. സീറ്റ് വിഭജനം ഫോണിലൂടെ നടത്തിയതിലുള്ള അതൃപ്തി ജോയ് എബ്രഹാം UDF നേതൃത്വത്തെ അറിയിച്ചു. സീറ്റ് വിഭജനത്തിൽ INTUC-യോടുള്ള അവഗണന തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ മത്സരിക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു സീറ്റ് അധികം നൽകണമെന്ന KM മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരുന്നു. അധിക സീറ്റ് നൽകാനാകില്ലെന്ന് ദില്ലി ചർച്ചകൾക്കിടെ കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയും ഫോണിൽ വിളിച്ചറിയിക്കുകയും ചെയ്തതിലെ പ്രതിഷേധമാണ് UDF-ന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് KM മാണി പ്രകടിപ്പിച്ചത്. പൂഞ്ഞാർ സീറ്റിനെ ചൊല്ലി കോട്ടയം DCC അധ്യക്ഷൻ ടോമി കല്ലാനി നടത്തുന്ന പരസ്യ പ്രസ്താവനയിലും മാണിക്ക് അതൃപ്തിയുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത ജോയ് എബ്രഹാം മാണിയുടെ പ്രതിഷേധം UDF നേതൃത്വത്തെ അറിയിച്ചു. അത് നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഘടകകക്ഷിയുടെ ഒരു പ്രാദേശിക നേതാവ് അതിനെതിരായിട്ട് അപസ്വരങ്ങൾ പറയുന്നത് ശരിയല്ല. ആ വിവരം KPC പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് INTUC നേതാക്കളെ പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമവും ഫലം കണ്ടില്ല. 18-ലധികം മണ്ഡലങ്ങളിൽ INTUC തനിച്ചു മത്സരിക്കും. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും INTUC തീരുമാനിച്ചു. അന്ന് 14 ജില്ലാ പ്രസിഡന്റുമാർ കൂടി തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. UDF-ന്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. 2, INTUC-ക്ക് അർഹത അനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ നോമിനേഷൻ കൊടുക്കും. ഇതാണ് തീരുമാനം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കർശന നിലപാടുമായി മുന്നോട്ടു പോകാനുള്ള INTUC തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതിയ രീതികളുമായി LDF. കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളുടെ ബോഗികളിൽ തെരഞ്ഞെടുപ്പ് പരസ്യം പതിപ്പിച്ചാണ് പുതിയ പ്രചരണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റെയിൽവേ പരസ്യ സംവിധാനം ഇന്ത്യയിൽ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. നവീന തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനപ്രകാരമാണ് റെയിൽവേ പരസ്യ സംവിധാനങ്ങൾ LDF ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കായ റെയിൽവേ യാത്രക്കാരിലാകെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ഈ പരസ്യ സംവിധാനം സഹായകമാകും. അഴിമതിരഹിത ഭരണം, വികസന കാഴ്ചപ്പാട്, മതനിരപേക്ഷ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ച LDF-ന്റെ കാഴ്ചപ്പാട് റെയിൽവേ ബോഗികളിലെ ചുവപ്പ് പ്രതലത്തിൽ തയ്യാറാക്കിയ പരസ്യവാചകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്നതാണ് പ്രചാരണ സന്ദേശങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്ന പരസ്യവാചകം. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യവുമായി ഏറനാട് എക്സ്പ്രസ് ഇന്ന് മംഗലാപുരത്തു നിന്നും നാഗർകോവിലിലേക്ക് യാത്ര പുറപ്പെട്ടു. നാഗർകോവിൽ മംഗലാപുരം ഏറനാട് എക്സ്പ്രസിലും പരസ്യം ഉൾപ്പെടുത്തുന്നുണ്ട്. 2 ഏറനാട് എക്സ്പ്രസ് ട്രെയിനുകളിലും മുഴുവൻ ബോഗികളിലും LDF-ന്റെ പരസ്യം ഉൾപ്പെടുത്തും. മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി, തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എന്നിവയിലും LDF-ന്റെ പ്രചാരണ പരസ്യങ്ങളുണ്ടാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ട്രെയിനുകളിലെല്ലാം LDF പരസ്യം വന്നു തുടങ്ങുമെന്ന് എറണാകുളത്തെ റെയിൽവേ പരസ്യ ഏജൻസിയായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻസ് അറിയിച്ചു. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യം 10,000-കണക്കിന് ജനങ്ങളിലാണ് ഓരോ ദിവസവും എത്തിച്ചേരുക. ക്യാമറാമാൻ ഷൈജോ ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.